ഹായ് ഹലോ ജാം ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു സൈക്കിൾ റൈഡിന് ഇറങ്ങിയതാണ്. ഒരു ലോങ് റൈഡാണ്. ഞങ്ങളെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാലിക്കറ്റ് ഡിക്കാത്തലോണാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള നമുക്ക് രസകരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ മടങ്ങാം. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഇടവണ്ണയിലെത്തി. ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. 2 പേരും കൂടെ ജോയിൻ ചെയ്യാണ്ട്. നമ്മുടെ ഷാനവാസും ആഷിത്തും അവരിപ്പോൾ വരുന്ന വഴിയാണ്. അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർ വന്നിട്ടേ ഞങ്ങൾ ഇനി ഇവിടുന്ന് യാത്ര തുടരുന്നുള്ളൂ. അവർ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഞങ്ങൾ 4 പേരും ഇന്നത്തെ റൈഡിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ്ങും റൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡിസ്കഷനിലാണ്. അങ്ങനെ ഞങ്ങളുടെ ഡിസ്കഷൻ്റെ ഇടയിൽ നമ്മുടെ മുഷ്ഫർ എൻ്റെ കയ്യിലുള്ള ബാഗ് സൈക്കിളിൽ ടാഗ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റേതായ രീതിയിൽ മുഷ്ഫർ ചെയ്തു തന്നു. അത് കഴിഞ്ഞ് മുഷ്ഫർ നമ്മുടെ ലബീബിൻ്റെ സൈക്കിളിൽ ബാക്കിൽ ബ്ലിങ്കറൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ചെക്കന്മാരാണ് ഇങ്ങെത്തിയത്. ഇതെന്താ പ്രശ്നം? നിന്നെ വിളിക്കും, ഞാൻ ഫോർക്കും, ഇത് മോട്ടിവേറ്റ് ചെയ്യും, ഞാൻ വരും, എന്റെ ചൊറകൾ അവിടെ വെക്കും. എടുത്താൻ എന്ത് ചെയ്യും? താല്പര്യം ഉണ്ടല്ലോ. അപ്പൊ നീ എന്ത് ചെയ്യും? വരും, ഞാൻ വരും. പണി ബൈക്ക് കിടക്കും, പണി വേറെ കഴിക്കും. പോവല്ലേ നോക്കട്ടെ. ചെറിയ എന്താ ചെയിൻ എന്താ പ്രശ്നം? ചെയിന് ഭയങ്കര നോക്കി ഗ്രീസ് 2 വട്ടം ഗ്രീസ് തോന്നിയതാ. ഗ്രീസ് തോന്നാണല്ല, അതിന്റെ ട്യൂണിങ് ചെറുത് അങ്ങോട്ട് മാറ്റുണ്ട്. പക്ഷെ ഒന്ന് ഡിഗ്രീസ് ചെയ്ത് ഉഷാറാക്കണം, ജസ്റ്റ് ട്യൂൺ ചെയ്യണം. അത് 2 വട്ടം സ്ലിപ്പ് ചെയ്യാണ്. എയിലെ ചാടുന്നത്, എയിലിനാ ചാടുന്നത്, 3 ഫ്രണ്ടില് ചാടുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഇടവണ്ണത്തെ ഒരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ സീതിയാജി പാലം വഴി ഒതായി, പത്തനാപുരം, വരിഞ്ഞിമാവ്, മാവൂര് വഴി കോഴിക്കോട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഒതായിലുള്ള AKS ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് തീരുമാനമായി. നമ്മുടെ ആഷിത്ത് പറഞ്ഞത് ഇവിടെ നല്ല പൊറാട്ട കിട്ടുമെന്നാണ്. അപ്പോൾ ഞങ്ങൾ നല്ല പൊറാട്ട ഓർഡർ ചെയ്തു, ചായ ഓർഡർ ചെയ്തു. ലബീബും ആഷിത്തൊക്കെ മുട്ട റോസ്റ്റ് ഓർഡർ ചെയ്തിട്ട് അടിച്ച് കയറ്റുന്നുണ്ട്. നമ്മുടെ ആലി ഒന്നും പറഞ്ഞിട്ടില്ല, ഓൺലി ചായ മാത്രം മതി എന്നാണ് പറഞ്ഞ്. അവനെന്തോ പൊറാട്ടയോട് എന്തോ ഒരു വിരോധമുള്ള പോലെയാണ് പെരുമാറിയത്. എങ്കിലും ചായ അവൻ കഴിച്ചു. ഞാനും കൂട്ടത്തിൽ ഒരു പൊറാട്ടയും കഴിച്ച് ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. ഇപ്പോൾ ഒതായി കഴിഞ്ഞേക്ക് നല്ലൊരു കയറ്റാണ്. ആ കയറ്റം കഴിഞ്ഞോടുകൂടിയിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഇറക്കം കിട്ടി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത അരീക്കോട് പത്തനാപുരം എത്താറായി. അപ്പൊ ഞങ്ങൾക്കുള്ള ഇന്നത്തെ റൈഡിന്റെ എനർജി ബൂസ്റ്റിംഗ് സാധനമാണിത്. നല്ല എന്താണ്, ഗിരിരാജ, വെള്ള ഗിരിരാജ, ഗിരിരാജ. നല്ല എനർജി ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ നമ്മളെ ഒരു യൂറോപ്യൻ ഒരു സായിപ്പൻ, അത് മുട്ട വായിലിട്ട സീനാണ്. ഇത് നമ്മുടെ മാവൂര് എത്തുന്നതിന് മുന്നുള്ള ഒരു അടാർ ക്ലൈംബ് ഉണ്ടല്ലോ, കയറ്റം. അതാണ് ഇപ്പോൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല ക്ലൈംബാണ്. ഒന്ന് ഗീറിലൊക്കെ ഇട്ടിട്ടാണ് ചവിട്ടണത്. എവിടെ പോയി മറ്റേ കുരിപ്പളൊക്കെ. കാറിൽ വരുമ്പോൾ നമുക്കിത് ഇത്ര വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. AC ഒക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവല്ലേ. ഇത് നല്ലൊരു മുന്നേറ്റായി പോയി. എന്താക്കണ് കണ്ടോളി, ഒരുത്ത കടന്നു ഇരുന്നും ചവിട്ടി മടങ്ങിയൊക്കെ ചവിട്ടണ്. ഹീറോച്ചിക്കോ അങ്ങനെ ഗൈസ്, ഞങ്ങൾ മാവൂർ ക്ലൈംബൊക്കെ
ഒരു വിധം ചവിട്ടി അപ്പുറത്തേക്ക് എത്തിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കാലിക്കറ്റ് പെഡലേഴ്സിലെ സലാംക്ക എൻ്റെ ടീമിനവിടെ കണ്ടത്. സലാംഖാൻ്റെ സൈക്കിളിൻ്റെ ടയർ പഞ്ചറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഞ്ചറടക്കുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല ജ്യൂസ് കുടിച്ചിട്ടാണ് പോലെ. എങ്ങനെ ഒന്നുകൂടി പറഞ്ഞ ഒന്നുകൂടി പറ. ഇനി പറ. ഇനി വരില്ല. ഒരൊറ്റ വരുള്ളൂ അല്ലേ? ഇനി വരില്ല. ഇനി വരില്ല. വരരുത്. ഗുവ. കോഴിക്കോട് നിന്നിട്ട് ഗുവ. അടിപൊളി. അല്ലെങ്കിൽ ഞാനൊന്ന് അപ്പുറത്ത് കോട്ടെ. ലെവല് വേറെ തന്നെ കേട്ടോ. ഇത് കുടിക്കണില്ലേ, പൊറാട്ടയും മുട്ടയും തിന്നത് നിൽക്കൂല എന്നാണ് ജസ്റ്റ്. ഇങ്ങനെ വെച്ച് എന്റെ വീഡിയോ എടുത്തെടുത്തെടുത്ത് സ്പിൽബർഗൊക്കെ കണ്ട് ചിലപ്പോൾ എന്നെ ഹോളിവുഡിൽ കുളിക്കും. എന്റെ വീഡിയോസ് ഇങ്ങനെ എടുത്തെടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ട് സ്റ്റീഫൻ സ്പിൽബർഗൊക്കെ കണ്ടിട്ട് ലാസ്റ്റേ ചിലപ്പം വിളിക്കുന്നറിയാം. എവിടേക്ക് വിളിക്കുക? എവിടേക്ക് വിളിക്കുക? ഹോളിവുഡിലേക്ക്. ബാബുവിന്റെ മാനേജറാണ്, പൈസ കൈകാര്യം ചെയ്യാം. ഇതിന്റെ സൈക്കിളിന്റെ ബാക്കിൽ വാങ്ങും, ഇങ്ങനെ തള്ളിക്കോളും. തള്ളുമ്പോ ഇങ്ങനെ പൊയ്ക്കോളും. ഇതിന്റെ കുറച്ച് മറ്റേ ലൂപ്പിന്റെ ചെറിയ പ്രോബ്ലം സ്പീഡിൽ പോകുന്നു. ജാലിയെ കാണാറായ മതി. എന്റെ വണ്ടി കാണാൻ എനിക്ക് തന്നെ ഒരു സന്തോഷം. ആ അടിച്ച ജ്യൂസിൽ ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് നീ കഴിച്ചോളെ. അല്ലേ ജംഷിയ, എന്ത് വൃത്തിയാക്കണം നമ്മളെ വണ്ടി. ഗൈസ്, ചെറുപ്പ കഴിഞ്ഞു ഞങ്ങൾ ഇനി നേരെ മെഡിക്കൽ കോളേജ് റൂട്ട് സ്ട്രൈറ്റ് പോകുന്നു. ഞങ്ങളുടെ ലക്ഷ്യം ഡിക്കാത്തലോ. ഇതുവരെ എത്തിയതിന്റെ എക്സ്പീരിയൻസ് സൂപ്പർ എക്സ്യൂബറന്റ്. എനിക്ക് ഈ ക്ലൈംബാണ് ഇഷ്ടമായത്. അടിപൊളി ക്ലൈംബ്. അപ്പൊ എടവണ്ണപ്പാറ നമ്മുടെ മാവൂരത്തിന് മുന്നേ അതൊന്നുമല്ല, എനിക്ക് ഇത് ഇഷ്ടമായി. ഇതായത് എനിക്ക് അടിപൊളി. എനക്കോ? ഞാൻ മാഹി പോവല്ലേ? അച്ഛാ ഞങ്ങൾ മാഹി പോവാ. നല്ലൊരു വൈബ് കിട്ടിയ. പിന്നെ അതുപോലെ നമുക്ക് നല്ല വരുന്ന വഴിയൊക്കെ നല്ല എനർജി ഡ്രിങ്ക് ആണെങ്കിലും നമുക്ക് വളരെ എൻജോയ് ചെയ്ത് നമ്മൾ നല്ല റൈഡാണ്. സൂപ്പറായി കിടു. അച്ഛോ സൂപ്പർ സൂപ്പറാണ്. വെള്ളം ഒഴിക്കുന്നുണ്ടല്ലേ? വെള്ളം ഒഴിച്ചോണ്ട് കാര്യമില്ല, മൊത്തത്തിൽ നമ്പർ 1. അതിന്റെ ആവശ്യമില്ല. നമ്മളെ അലിക്കഥ കൊറോണയെ അതിജീവിക്കുന്നു. റെഡി ഞങ്ങൾ പെട്രോൾ അടിക്കണേ. അങ്ങനെ ഞങ്ങളെ ഡെസ്റ്റിനേഷൻ എത്തി. ഞങ്ങളുടെ റെസ്റ്റ് പോയിന്റ് ഡിക്കാത്തലോൺ. ഇരുന്നും കടന്നൊക്കെയാണ് പർച്ചേസ് അല്ലേ?
എന്തിനുള്ള ആകെ ഇപ്പൊ തന്നെ കാണാൻ എനിക്ക് ഉദ്ദേശ സാധനമൊന്നും കിട്ടായിട്ട് നിലാവത്ത് ഇറങ്ങിയ കോയിനെ പോലെ നടക്കണ എന്താ കിട്ടി എനക്ക് പറ്റട കിട്ടൂലേ ബാബു വല്ലതും നടക്കുവോ കിട്ടുമോ സൺസ്ക്രീൻ ഇട്ട ഞങ്ങൾ സൺസ്ക്രീൻ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ആണ് ഉണ്ടാവുണ്ടാണ് ആശയത്തിൽ കൊണ്ടുവന്നതുകൊണ്ട് തിരക്കിടില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഡിക്കാത്തലോൺ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. തിരിച്ചങ്ങോട്ട് സൈക്കിളിലായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള പർച്ചേസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരെ സൈനിങ് ഓഫ് ജംഷീദ് ചീനിക്കൽ ഫ്രം ജാം ടോക്സ്.